മാനേജ്മെന്റ് ഉണ്ടല്ലോ, ബിസിനസ് മാനേജ്മെന്റ്. ഒന്ന് വേണമെങ്കിൽ നമുക്ക് മാറി നിന്ന് എല്ലാം മറ്റുള്ളവരെ ഏൽപ്പിച്ച് അവരെ ബുദ്ധി കേന്ദ്രത്തിലൂടെ നിയന്ത്രിച്ച് നമുക്ക് നിർത്താം. അതല്ലെങ്കിൽ മറ്റൊരു രീതി, നേരിട്ട് ഇതിലെല്ലാം ഇടപെട്ട് ഇതിൻ്റെ ഭാഗമാക്കായി എല്ലാം അറിയുന്ന ഒരാളായും പ്രവർത്തിക്കാം. അങ്ങ് ഏത് രീതിയാണ്? പ്രത്യേകിച്ച് കമ്പനികൾ വളർന്നു അങ്ങയുടെ. ഞാൻ അതാണ് ഇഷ്ടപ്പെടുന്നത്. അതിലിറങ്ങിച്ചെന്ന് അതിൽ ഡെയിലി കാര്യങ്ങൾ ഇടപെട്ട്. അപ്പോ ഇതിലിപ്പോഴും ഞാൻ 100% ഇതിൽ ഇൻവോൾവ് ആണ്. ഞാൻ റിട്ടയർമെന്റിനെ പറ്റി ചിന്തിക്കുന്നില്ല. അധ്വാനിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ ബിസിനസ് സംരംഭങ്ങളിലെല്ലാം തന്നെ ഒരു ട്രാൻസ്പെറൻസി വേണം എന്ന് താങ്കൾ വിശ്വസിക്കുന്നതായി എവിടെ എഴുതി കണ്ടു. അപ്പോൾ ഈ ഒരു ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മൾ പല രാജ്യങ്ങളിൽ പല ചുറ്റുപാടുകളിൽ പല ഭരണ സംവിധാനത്തിൻ്റെ നടുവിൽ പ്രവർത്തിക്കുമ്പോൾ അങ്ങ് കരുതുന്ന പോലൊരു ട്രാൻസ്പെറൻസി സാധ്യമാണോ? ഐ വിൽ ടെൽ യു വൺ തിങ്. ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ്. ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടാക്സ് റിജിം ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ടാക്സ് കൊടുക്കുക. നിയമങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് പാലിക്കുക. നിയമം പാലിച്ചിട്ട് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ സ്ഥാപനത്തിലെ ജോലിക്കാരോടും നമ്മൾ പറയാൻ പാടുള്ളൂ. അപ്പൊ ഓരോ രാജ്യത്ത് ഓരോ നിയമമുണ്ട്. അത് കൂടാതെ ഇപ്പൊ രാജ്യത്ത് ചെന്ന് ആ രാജ്യത്ത് ബിസിനസ്സാണ്, അവിടുത്തെ മഹാന്മാരായ ഭരണകർത്താക്കൾ, പ്രത്യേകിച്ച് ഗൾഫിലെ, നമ്മൾക്കിവിടെ വരുവാനും ജോലി ചെയ്യുവാനും കച്ചവടം ചെയ്യുവാനും കാശുണ്ടാക്കാനും ആ കാശ് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മുടെ രാജ്യത്തിലേക്ക് അയക്കാനും ഒരു ടാക്സ് മേടിക്കാതെ അത് ചെയ്യാനും ഉള്ള വിശാലഹൃദരായ ഭരണകർത്താക്കളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എവിടെ ചെന്നാലും ആദ്യം അവിടുത്തെ ഭരണകർത്താക്കളുമായിട്ട് ബന്ധം വേണം. അല്ലെങ്കിൽ നമുക്ക് ഉയരാൻ സാധ്യമല്ല. അല്ലെങ്കിൽ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഇവർ വരുന്നത്. അങ്ങ് ഒരു അസാധാരണമായ ആത്മവിശ്വാസം കൊണ്ടു കിടക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങ് പല ഭൂഖണ്ഡങ്ങളിലും പല രാജ്യങ്ങളിലും വ്യത്യസ്തമായ ബിസിനസ്സുകൾ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ കോവിഡ് പോലെ ഒരു മഹാമാരി ഈ രാജ്യങ്ങളിലെല്ലാം ചേക്കേറി, ഒരു രാജ്യവും വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഇതിൻ്റെ പിടിയിൽ നിന്ന് ഇപ്പോൾ രക്ഷപ്പെട്ടു നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയധികം രാജ്യങ്ങളിൽ ചേക്കേറിയ ഒരു ബിസിനസ്സുകാരൻ്റെ ബിസിനസ് ശൃംഖലകളിലേക്ക് ഈ കോവിഡ് ബാധിക്കും എന്ന് മനസ്സിലായപ്പോൾ എന്താണ് MA യൂസഫലി എന്ന ബിസിനസ്സുകാരൻ ആലോചിച്ചത്? ഞാൻ ആലോചിച്ചത്, ഐ കനോട്ട് റൺ അവേ ഫ്രം മൈ റെസ്പോൺസിബിലിറ്റി. ഉത്തരവാദിത്തത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ഒരു ഭക്ഷണ സാധനം കച്ചവടം ചെയ്യുന്ന ഒരു കച്ചവടക്കാരന് ഈ സന്ദർഭത്തിൽ അവന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ സാധ്യമല്ല. ഞാൻ ഇവിടെ തന്നെ ഇരുന്നു എൻ്റെ ബിസിനസ്സുള്ള അവിടുത്തെ റീജിയണൽ ഡയറക്ടർമാരുമായിട്ട് ഡേ ടു ഡേ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അവർക്ക് ഷോർട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു. അവരെ പറ്റി അവിടുത്തെ കമേഴ്ഷ്യൽ മിനിസ്റ്റർമാരായിട്ട് ഞാൻ സംസാരിച്ചു. അവരിപ്പോ സൗദി അറേബ്യ പറഞ്ഞു, എത്ര എയർക്രാഫ്റ്റ് വേണമെങ്കിലും യൂസഫ് നിങ്ങൾക്ക് തരാം, സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി, ഇവിടെ ഷോർട്ട് ഉണ്ടാവരുത്, ഇൻവെന്ററി ഉണ്ടാവും. ഒരു പക്ഷേ കച്ചവടത്തിൽ നഷ്ടമാണ് ഇപ്പോ, കാരണം ഫുൾ നടക്കുന്നില്ല. ലോക്ക്ഡൗൺ വളരെ അത്യാവശ്യമാണ്. കാരണം ഇതൊരു മഹാമാരിയാണ്. ഒന്നിൽ ഫയർ മാതിരിയാണ് പരന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ ഉത്തരവാദികളാവാൻ പാടില്ല, നമ്മൾ അതിൻ്റെ ഇൻസ്ട്രുമെന്റ് ആവാൻ പാടില്ല. അപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ നിന്നുകൊണ്ടും നമ്മൾ പ്രവർത്തിച്ച് ആത്മവിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഭയപ്പെട്ട് പിന്മാറിയിട്ട് കാര്യമില്ല. ഇപ്പൊ അങ്ങ് സ്വന്തമായിട്ട് വിമാനമൊക്കെ വാങ്ങിച്ചിട്ടിട്ടുള്ള ആളാണ്. അങ്ങേക്ക് ഇപ്പോൾ ഒരുപാട് സാധ്യതകൾ അങ്ങേക്കുണ്ട്. അപ്പോൾ മുണ്ടുപെട്ടിയിലിരുന്ന കോടിയിൽ നിന്ന് ഒരുപാട് കോടികൾക്ക് നടുവിൽ ജീവിക്കുന്ന ആളാണ് അങ്ങിപ്പോൾ. അതുകൊണ്ട് തന്നെ അങ്ങേക്ക് സാങ്കേതിക സാധ്യതകളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളാണെങ്കിൽ പോലും ഈ ലോകരാജ്യങ്ങളിൽ അങ്ങയുടെ ബിസിനസ് ശൃംഖലകളിൽ എന്ത് നടക്കുന്നു എന്നറിയുന്നതിൻ്റെ ഒരു സാധ്യതകൾ എങ്ങനെയാണ് അങ്ങനെ സാങ്കേതിക ഉപയോഗിച്ച് ചെയ്യുന്നത്? കാരണം അങ്ങേക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ഫോൺ ചെയ്ത് ചോദിക്കാതെ തന്നെ എല്ലാം അങ്ങയുടെ മേശപ്പുറത്ത് ലഭിക്കാനുള്ള ഒരു സാധ്യതകൾ അങ്ങ് ഒപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പുതിയതായി ബിസിനസ് ചെയ്യാൻ സാധ്യത, ഇങ്ങനെ സ്വപ്നങ്ങൾ കണ്ടു നടക്കുന്ന പലരുടെയും മനസ്സിൽ ഇപ്പോൾ ഗൾഫ് നാടുകൾ എന്ന് പറയുമ്പം അവർ പെട്ടെന്ന് ആലോചിക്കുന്ന 2-3 ആളുകളിൽ ഒരാൾ അങ്ങ് തന്നെയാണ്. മാത്രമല്ല ഈ മലയാളി അംബാസഡർ MA യൂസഫലി എന്ന് പറയുന്ന ആ MA പല ആളുകൾക്കും ആവേശം പകരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അങ്ങ് ചൊരപ്പുഴക്കത്തെ ഒരു ഒറ്റയാൾ പട്ടാളമാണല്ലോ. അപ്പോൾ ഒറ്റയാളായി നിൽക്കുമ്പോൾ ഈ ബിസിനസ് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ചെറിയ ചലനങ്ങൾ പോലും താങ്കൾ അറിയുന്നു. എന്താണ്? ചാരവൃത്തിയല്ലോ അതിന്റെ വഴി. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു ബിസിനസ് സംരംഭം കൊണ്ട് നടക്കാൻ സാധ്യമല്ല. അത് ഞാൻ ആദ്യം പറഞ്ഞു, യൂസഫലി എന്ന വ്യക്തിക്ക് യാതൊരു സ്ഥാനമില്ല.
ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ കൂടെയുള്ള എൻ്റെ സഹപ്രവർത്തകന്മാരുടെ ആത്മാർത്ഥമായ സഹകരണവും അവരുടെ പ്രവർത്തനവുമാണ് ഒരു സൂപ്പർ മാർക്കറ്റിലെ സെയിൽസ്മാൻ മുതൽ ഞങ്ങളുടെ CEO വരെയുള്ള എല്ലാവരുടെ പ്രവർത്തനമാണ് നമ്മുടെ കമ്പനി. പക്ഷെ ഈ കമ്പനി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു കപ്പിത്താൻ എന്നുള്ള നിലയിൽ, ഒരു കപ്പലിൽ എല്ലാവരും ഇരിക്കുമല്ലോ, എല്ലാവരും ഉണ്ടാവുമല്ലോ, ആ കപ്പിത്താൻ എന്നുള്ള നിലയിൽ ആ കപ്പലിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവന് കപ്പിത്താനായി ഇരിക്കാൻ പറ്റില്ല. ആയതുകൊണ്ട് ഒരു ദിവസത്തെ എല്ലാ പൾസും ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കണം. ഓരോ രാജ്യത്തെയും ഓരോ സ്ഥലത്തും എന്തൊക്കെ കച്ചവടം നടന്നു. അത് കഴിഞ്ഞ മാസം ഈ ദിവസം ആയിട്ടുള്ള വ്യത്യാസം എന്താണ്, ഏതെല്ലാം ഏരിയകളാണ് കച്ചവടം കുറഞ്ഞത്, അതിന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നാളെ. അപ്പോ നമ്മുടെ പൾസ് നമ്മൾ അറിയണം. നമ്മൾ BP പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ BP നോക്കണം. കാരണം നമ്മുടെ ഒരു ഡയബറ്റിക് ആണെങ്കിൽ ഷുഗർ എത്ര ഉണ്ടെന്ന് 3 മാസം കൂടുമ്പോഴുള്ള ഷുഗർ എത്ര ഉണ്ട്, ഡെയിലി ഷുഗർ എത്ര ഉണ്ട്, അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അവന്റെ ലൈഫ് മിസറബിൾ ആണ്. ഈ സന്ദർഭം പ്രത്യേകിച്ച് ഈ കപ്പൽ ഷെയ്ക്കാണ് ഈ ബിസിനസ്സിൽ. അത് എന്റെ മാത്രമല്ല, ലോകത്തിലെ എല്ലാവരും ഈ അനുഭവം. അപ്പൊ അത് അധികം കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ